വിമാന ടിക്കറ്റ് നിരക്കിന് സ്ഥിരമായി പരിധി നിശ്ചയിക്കുന്നത് പ്രായോഗികമല്ല. വ്യോമയാന മന്ത്രി. വിമാന ടിക്കറ്റ് നിരക്കുകൾ എല്ലാ കാലത്തും നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ലെന്ന് വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ഇൻഡിഗോ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ലോക്സഭയിലാണ് മന്ത്രിയുടെ പ്രതികരണം. സീസൺ അനുസരിച്ച് ടിക്കറ്റ് ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റം നിരക്ക് പരിധി നടപ്പിലാക്കുന്നത് പ്രായോഗികമല്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. വിമാന കമ്പനികൾ ഉത്സവ സീസണുകളിൽ ടിക്കറ്റ് നിരക്കുകൾ ഉയർത്തുന്നതിനെതിരെ ഉയരുന്ന ആശങ്കകൾക്കിടയിലാണ് മന്ത്രിയുടെ പ്രതികരണം. വ്യോമയാന മേഖലയിൽ അസാധാരണ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടപെടാനും നിരക്കുകൾ നിയന്ത്രിക്കാനും കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്. കോവിഡ്-19 പാൻഡമിക്, മഹാകുംഭമേള, പഹൽഗാം ആക്രമണം, ഇൻഡിഗോ പ്രതിസന്ധി തുടങ്ങിയ സാഹചര്യത്തിൽ ഈ അധികാരം കേന്ദ്രം പ്രയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ എല്ലാ കാലത്തും നിരക്ക് നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയില്ലെന്നും മന്ത്രി അറിയിച്ചു. രാജ്യത്തെ വിമാന നിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ വേണമെന്ന ആവശ്യത്തിൽ ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. സിവിൽ ഏവിയേഷൻ വ്യോമയാന മേഖല വളരണമെങ്കിൽ മത്സരം നിലനിൽക്കുകയും കൂടുതൽ കളിക്കാരെ കൊണ്ടുവരാൻ കഴിയുകയും ചെയ്യണം. ഇതിനായി ആദ്യം ചെയ്യേണ്ടത് അനാവശ്യ നിയന്ത്രണങ്ങൾ നീക്കി കമ്പനികൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ നൽകുക എന്നതാണ്. വിമാന ടിക്കറ്റ് നിരക്ക് എല്ലാ ദിവസവും ഉയരുന്നില്ല. ചില സീസണുകളിലാണ് ഓണക്കാലത്ത് കേരളത്തിലേക്ക് എന്ന പോലെ മിക്ക ആളുകൾക്കും യാത്ര ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ സ്ഥലത്ത് പ്രത്യേക ഡിമാൻഡ് ഉണ്ടാകുന്നു. ഇവയെല്ലാം പ്രത്യേക സീസണുകളാണ്. ഒരു പ്രത്യേക മേഖലയ്ക്ക് ഒരു വർഷം മുഴുവൻ നിരക്കുകൾ പരിമിതപ്പെടുത്താൻ കഴിയില്ല. വിപണിയിലെ ഡിമാൻഡും ലഭ്യതയുമാണ് വിമാനക്കൂലി സ്വാഭാവികമായി നിയന്ത്രിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.